എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ മുസ്ലിങ്ങളുടെ പള്ളി പ്രവേശനം, പള്ളിയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുക എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചർച്ച ചെയ്ത് നടക്കുകയാണ്. അതായത് മനഃപൂർവ്വം സമൂഹത്തിലെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ട്. അതായത് ഒരു ബാലൻസിങ് ആണ് ഇതൊരു ഉദ്ദേശം കേട്ടോ. കാരണം ഈ അമ്പലങ്ങളിലൊന്നും പ്രവേശനമില്ലല്ലോ. അപ്പോൾ ഈ അമ്പലങ്ങളിൽ പ്രവേശനമില്ലെങ്കിൽ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് കാണിച്ചുകൊണ്ടൊരു ബാലൻസിങ് നടത്താൻ വേണ്ടിയിട്ട് ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം പള്ളിയിൽ പ്രവേശനമില്ല, എന്തുകൊണ്ടില്ല, അവിടെ പോയി നോക്കിക്കൂടെ, ഇവിടെ പോയി നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കാം. പക്ഷെ അതിന്റെ സിമ്പിൾ മറുപടി നമുക്ക് എപ്പോഴും പറയാനുള്ള ഒന്ന് തന്നെ ഉള്ളൂ. ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകരുത്, പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമമില്ല, ഒരിക്കലും ഇല്ല. മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും കേരളത്തിലെ ചില പള്ളികളിൽ സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അത് നമ്മൾ കാണുന്നതുമാണ്. അത് തന്നെ ചില പള്ളികളുള്ളൂ, എല്ലാ പള്ളികളും ഇല്ല. പക്ഷെ ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും അവിടെ സ്ത്രീകൾക്ക് യഥേഷ്ടം പ്രവേശനമുണ്ട്. അതിപ്പോ ഏത് രാജ്യത്തായാലും നോക്കാം, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഗൾഫ് രാജ്യം മുഴുവനായിക്കോട്ടെ, സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഞാൻ അവിടെയൊക്കെ 22 വർഷം ഉണ്ടായതാണ്. എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ഇനി ചില പള്ളികളിൽ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവില്ല. അപ്പം മാത്രമാണ് സ്ത്രീകൾ അവിടെ ചെല്ലാതിരിക്കുള്ളൂ. കാരണം അവർക്ക് സൗകര്യം ഇല്ലല്ലോ. ഈ മുസ്ലിം പള്ളിയിലേക്ക് സ്ത്രീകൾ പോവാന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലേക്ക് പോകണമല്ല, മിക്സ് ആയിട്ടല്ല ഉണ്ടാവുക. ഇസ്ലാം മതം എപ്പോഴും നിർദ്ദേശിക്കുന്നത് സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ. ഒരു സ്ഥലത്തേക്ക് പോയാൽ തന്നെ അവർക്ക് 2 സ്ഥലത്ത് കൂടെ സൗകര്യം, ഒന്നിച്ച് ഇടകലരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മിക്സ് ആയിട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പള്ളിയിലേക്ക് ഓരോ ഭാഗത്തു കൂടിയും ഒരൊറ്റ പള്ളിയിലേക്ക് തന്നെ പോവാം. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു മടുത്താണ്. എന്നാലും സമൂഹത്തിലെ ക്ഷുദ്ര ശക്തികൾക്ക് തൃപ്തിയാവുന്നില്ല. അവർക്കല്ല, ഞങ്ങളുമായിട്ടൊരു ബാലൻസിങ് വേണം എന്ന് പറയാൻ ഇറങ്ങിയിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിലെ മുനവർ അലി തങ്ങളുണ്ടല്ലോ, ആ തങ്ങളുടെ മകള് ഫാത്തിമ നർഗീസ്. ഈ ഫാത്തിമ നർഗീസ് ഇവിടെ കൊച്ചിയിൽ മറ്റൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ കുറച്ച് പേര് ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യം ചോദിക്കുന്നതിന്റെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ, ബാലൻസിങ് വരുത്തുക. ഞങ്ങളുടെ മതവും പോക്കാണ്, നിങ്ങളുടെ മതവും പോക്കാണ് എന്നുള്ള ഒരു ബാലൻസിങ് വരുത്തലാണ് അതിന്റെ ഏക ലക്ഷ്യം. മാത്രമല്ല ഈ ചോദ്യം ചോദിക്കുന്നവരിൽ കൂടുതലും മുസ്ലിങ്ങളല്ല ചോദിക്കുന്നത്. ഭയങ്കര കൗതുകം, ഭയങ്കര ജിജ്ഞാസയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വായനെന്തെങ്കിലും ഇറങ്ങാൻ. ഒന്നാമത്തത് പാണക്കാട് ശിവ തങ്ങളുടെ കുടുംബം, രണ്ടാമത്തത് ഈ ഹിജാബൊക്കെ ധരിച്ച ഒരു പെൺകുട്ടി, ഇസ്ലാമികപരമായ ഒരു മുസ്ലിം പെൺകുട്ടിയാകുമ്പോൾ വായന്ന് വല്ല അനാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇസ്ലാമിനെതിരുള്ള വല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും വിളിച്ചോണ്ട് ഓടാലോ, എച്ചിൽ നടക്കിയിട്ട് ഓടാലോ എന്ന് പറഞ്ഞിട്ട് ആണ് കുറെ കുലസ്ത്രീകൾ വന്ന് ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് നക്കാനൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നിട്ടും ചില ഫെമിനിസ്റ്റുകളും ചില ഈ മുസ്ലിം വിരോധികളും എന്തോ വലിയ ഒരു ഇരണ് കിട്ടിയ പോലെ, എന്തോ ഒരു ലക്ഷ്യം നേടിയതുപോലെ, എന്തോ ലോട്ടറി കിട്ടിയതുപോലെയാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് ഈ പെൺകുട്ടിയാണ് ഇന്നത്തെ തലമുറയിലെ ശരിയായ മുസ്ലിം വനിത, നവോത്ഥാനത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പറയുന്നത് ചില ഫെമിനിസ്റ്റുകൾ. എന്ത് നവോത്ഥാനത്തിലേക്കുള്ള വഴി? അങ്ങനെ ഞാൻ ഈ പെൺകുട്ടി എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറച്ചൊക്കെ കേട്ടു നോക്കി. അപ്പൊ അതില് പറയുന്നത് എന്താ പറയുക, മിത്ത് ബസ്റ്ററാണ്. പലരുടെ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, ഇസ്ലാം മതത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അത് മാറ്റുകയാണ് ആ പെൺകുട്ടി ചെയ്തത്. കാരണം ഇസ്ലാം മതത്തിൽ നവോത്ഥാനത്തിന്റെ ആവശ്യമില്ല. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ കാലത്തേക്കും ഇഴുകിച്ചേർന്ന് പോകുന്ന ഏത് കാലഘട്ടമായിക്കോട്ടെ, എത്ര വലിയ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടം എത്തിയാലും ശരി, മതവിശ്വാസി ആയിക്കൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള എല്ലാ നിയമങ്ങളും തന്നെ ഇസ്ലാം മതത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. മറക്കാനുള്ള സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഓട് മെയ്യാനുള്ള സ്വാതന്ത്ര്യം, പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ കുറെ സ്വാതന്ത്ര്യം ഉണ്ട് മറ്റുള്ള മതങ്ങളിൽ. ഇസ്ലാം മതത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ, പാട്ടൊക്കെ പണ്ടേ പാടുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ ഈ എന്താ പറയാ വീഡിയോ എടുത്ത് ഫെമിനിസ്റ്റുകൾ, അപ്പോൾ കുറെ ഫെമിനിസ്റ്റുകൾ വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നുന്നത് അറിയോ, അതായത് ഇസ്ലാം മതം ഇങ്ങനെ ഇടുങ്ങിയൊരു മതമാണ്. ഈ പെൺകുട്ടി വന്നിട്ടാണ് ഇസ്ലാം മതത്തിനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. പക്ഷെ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഒന്നുമില്ല. മറിച്ച് ഇസ്ലാം മതമാണ് യാഥാർത്ഥ്യം, അതിലുള്ള നിയമങ്ങളാണ് ശരി, അല്ലാത്തതൊക്കെ ആൾക്കാർ കെട്ടിക്കൂട്ടിണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, ഇങ്ങനെ പറയണ ഒരു ഉപരിപരിയായിട്ട് പറയാണ്. അത്രക്കും വാചക നൈപുണ്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും, പക്ഷെ അറിയുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ
നമുക്കൊരു കാര്യം ചെയ്യാം, ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്ന് കേട്ട് നോക്കുക. ഖുർആന്റെ മേലെ കൾച്ചർ വരുന്നു. ഒരാളോട് ചോദ്യം ചോദിക്കാണ്, ഖുർആന്റെ മേലെ കൾച്ചർ. ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട കേട്ടോ. പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്നാണ് എന്റെ അർത്ഥം. കൾച്ചർ പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഖുർആന് മേലെയാണോ ഒരു വിശ്വാസത്തിന്റെ പാരമ്പര്യം എന്ന് ചോദിച്ച് തുടങ്ങുകയാണ് ഒരുത്തൻ. കേട്ടോക്കി. ഇപ്പോൾ മക്കയില് ആ കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോവാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇയാളുടെ ചോദ്യം തന്നെ ഫുള്ള് തെറ്റാണ്. മുപ്പര് എടുത്ത ഉദാഹരണം അറിയോ? കഅബ, അവിടെ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ എന്ന്. കഅബയിലുള്ള നിയമങ്ങൾ വേറെയാണ്. കഅബയിൽ സ്ത്രീകൾ പോകുന്നത് അത് സ്ത്രീകളായതുകൊണ്ടൊന്നല്ല, അവിടെ മനുഷ്യരാശി പോകണം, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തിരിക്കണം എന്നുള്ള പ്രവാചകന്റെ അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ടാണ് അവിടെ മനുഷ്യരാശിയാണ്, സ്ത്രീ പുരുഷൻ നോക്കിയിട്ടല്ല, മനുഷ്യരാശി പോകണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ സ്ത്രീകൾ പോകുന്നത്, പുരുഷന്മാർ പോകുന്നത്. മാത്രമല്ല അവിടെ രണ്ട് വിഭാഗമില്ല. എന്നുവെച്ചാൽ ഈ സ്ത്രീകൾക്ക് വേറൊരു ഭാഗം, പുരുഷന്മാർക്ക് വേറൊരു ഭാഗമില്ല, എല്ലാവരും മിക്സ് ആണ്. കാരണം അവിടെ മനുഷ്യരാശി മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഉദാഹരണം എടുത്തിട്ടാണ് ഇയാൾ വലിയ ചോദ്യം ചോദിക്കുന്നത്. അത് തന്നെ തെറ്റാണ്. ഇയാൾക്ക് ചോദ്യം ചോദിക്കാൻ വേറെ എത്രയോ പള്ളികളുണ്ടല്ലോ, സൗദി അറേബ്യയിലും അവിടെ ഇവിടെയൊക്കെ എല്ലാ പള്ളികളും. ഇനി ഒന്നും വേണ്ട, ഹദീസിലും ഖുർആനിലത്തെ കാര്യങ്ങൾ തന്നെ വെറുതെ പറയാലോ. അത് വിട്ടു മുമ്പ് നേരെ പോയത് കഅബയിലേക്കാണ്. അപ്പൊ കഅബയിലത്തെ നിയമം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അവിടെ തികച്ചും വ്യത്യസ്തമായ നിയമങ്ങളാണ്. കുറച്ച് പറയേ, പിന്നെ അവിടെ പിശാചിനെ കല്ലെടുത്തെറിയുന്നില്ല, എന്താണ് നാട്ടിലൊക്കെ നടന്ന് കല്ലെടുത്തെറിയാത്തെന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് ശരിയാവില്ല, അവിടുത്തെ നിയമങ്ങൾ വേറെ തന്നെയാണ്. അപ്പൊ ആ ചോദ്യം തന്നെ മുമ്പ് തെറ്റാണ്. ബാക്കിയുള്ള ചോദിക്കുന്നത് അത് അതിനേക്കാൾ വലിയ തെറ്റുള്ള ചോദ്യമാണ്. കേട്ടോ. ഇപ്പൊ മറിയം ബീബി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയെ, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് വാക്കിൽ ചോദ്യം ചോദിക്കാം. ഇതാദ്യം ഉത്തരം പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ഇയാള്. ആദ്യം തന്നെ മുപ്പര് കുറെ കഥകൾ ചുറ്റി കെട്ടിണ്ടാക്കി അതിന്റെ ശേഷം മുപ്പര് പറയുന്നത് എന്താ വെച്ചാല് ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം തന്നെ നിങ്ങൾ പറയട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് തന്നെ. മറിയം ബീബിയുടെ ഉദാഹരണമാണ് പറയുന്നത്. മറിയം ബീബി ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണെന്നാണ് പറയുന്നത്. എന്നാരെ പറഞ്ഞത്? മറിയം ബീബിയെ കുറിച്ച് ഉണ്ട്, ഖുറാനിലുണ്ട്. പക്ഷെ അത് മാതൃക എന്നല്ല. മറിയം ബീബി ജീവിച്ച പോലെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ സാധ്യമല്ല. പിന്നെ മാതൃക ആണെന്ന് എവിടെ പറഞ്ഞിട്ടുമില്ല. കാരണം മാതൃക എന്ന് പറഞ്ഞത് എന്താണ്? പ്രവർത്തികൾ വരെ അനുകരിക്കണം, അതാണ് മാതൃക. അങ്ങനെ മാതൃകപ്പെടുത്താനൊന്നും ഒരു സ്ഥലത്തും ഖുർആനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമാണ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിയമങ്ങളാണ് ഉമ്മത്തിങ്ങൾ, അതിനുശേഷം വന്ന മനുഷ്യർ ഫോളോ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ അതിന്റെ മുന്നത്തല്ല. മുന്നേ പല പല നിയമം ഉണ്ടാവും. മുന്നേ നമസ്കാരം തന്നെ 30 റക്അത്ത്, 50 റക്അത്ത്, 100 റക്അത്തൊക്കെയാണ്. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അതേപോലെ തന്നെ പ്രവാചകന്റെ മുന്നുള്ളത് മറിയം ബീബി ആണെങ്കിൽ മറിയം ബീബിയുടെ സ്വഭാവമോ മാതൃകയോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇയാളുടെ ഈ ചോദ്യം തന്നെ ഒരുമാതിരി ഒരു നിരീശ്വരവാദി ടൈപ്പ് ചോദ്യമാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു ടേബിള് 4 കാലുമേ നിൽക്കുന്നുണ്ടെങ്കിൽ 2 കാലുമേ നിൽക്കൂല എന്ന് ചോദിക്കണ പോലത്തെ ചോദ്യമാണ് മൂപ്പര് ചോദിച്ചത്. അപ്പൊ ആ ചോദ്യം തന്നെ ഫുൾ തെറ്റാണ്. ഒരു മുസ്ലിം സ്ത്രീയോടോ പുരുഷനോട് ചോദ്യം ചോദിക്കുമ്പോൾ പ്രവാചകന്റെ ശേഷമാണ്, പ്രവാചകൻ പഠിപ്പിച്ച നിയമങ്ങളെ വെച്ച് ചോദ്യം ചോദിക്കുക, അതിന് മുമ്പത്തതല്ല. കേട്ടോ. ബാക്കി ഈ ചോദ്യം കുറച്ച് ഇതാണ്. ചോദ്യം കുറച്ച് ഇതല്ല, ആ ചോദിച്ച ആൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും നല്ലത്. അറിയാം, അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ആക്ച്വലി ഇറ്റ്സ് കൾച്ചർ. പറഞ്ഞത് ശരിയാണ്, അത്ര ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകന്റെ മുന്നേ ആരൊക്കെ എങ്ങനെ ജീവിച്ച് എങ്ങനെ നമ്മൾ അതൊന്നും ആലിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അതാണ് പറയുന്നത്. കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞോളഞ്ഞ്, ഇംഗ്ലീഷിൽ പറഞ്ഞാല് ഈ കുലസ്ത്രീകളും കൊലക്കാത്ത സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, കാത്തിരിക്കണം ഞങ്ങൾക്കും അത് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ട് അവരിൽ പകുതി മുക്കാൽ ആൾക്കാർക്ക് മനസ്സിലാവൂല. അത് മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അത് പാരമ്പര്യമായിട്ട് കൊണ്ടുവന്നത്, പാരമ്പര്യം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ.
പാരമ്പര്യമായിട്ട് വന്നൊന്നല്ലത്. ഏത് സ്ത്രീകൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന നിയമങ്ങളാണ് ഇതൊക്കെ. ഒരു 100-400 വർഷം അതിന്റെ മുമ്പൊന്നും ഇതില്ല. മുമ്പൊക്കെ യഥേഷ്ടം എല്ലാ പള്ളിയിലും സ്ത്രീകൾ കയറിയിരുന്നു. പിന്നെ ഇസ്ലാമിലത്തെ നിയമമല്ല സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും വേണം ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കണം, പറഞ്ഞു കൊടുത്താലും വേണം ചോദിക്കുന്നത്. അപ്പൊ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 300-400 വർഷത്തെ പിന്നെ അന്ന് വന്ന ചില മൗലവിമാർ അവർക്ക് തോന്നിയ രീതിയിൽ കുറച്ച് നിയമം ഉണ്ടാക്കിയതാണ്. ചിലപ്പോൾ അവരുടെ ഏരിയയിൽ വല്ല സൗകര്യക്കുറവുണ്ടാവും. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ വല്ലവരും പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. കാരണം മുമ്പ് അങ്ങനെയാണല്ലോ, സെക്യൂരിറ്റി ഒന്നും ഇല്ലല്ലോ. പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്യും. മുമ്പ് 100-150 കൊല്ലം മുമ്പ് തന്നെ അതിന്റെ പിന്നിൽക്കൊക്കെ എടുത്താൽ, കാരണം മൊത്തം മുക്കാണല്ലോ, കാടാണല്ലോ. അപ്പൊ സ്ത്രീകളൊക്കെ നടന്നു പോകുമ്പോൾ പിന്നെ പിടിച്ച് കൊണ്ടുപോയാൽ നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും പള്ളിയിലേക്ക് പോകേണ്ട, വീട്ടിൽ നിസ്കരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നീട് ഒരു പിന്നെ എന്താണ് കല്ലിൽ എഴുതിയ നിയമമാക്കി മാറ്റിയതാണ് ചില കൂട്ടര്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ പിന്നെ പ്രവാചകന്റെ കാലം മുതൽ വരുന്നത് അങ്ങനെ പാരമ്പര്യം എന്ന് പറയേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ. അപ്പൊ അത് തന്നെ കുറച്ച് തെറ്റായിട്ടാണ് വരുന്നത്. ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ. മറ്റൊന്ന് കുറെ ഇംഗ്ലീഷ് എൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ആ ഇംഗ്ലീഷ് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇംഗ്ലീഷ് ചിലർ ചെവിയിൽ കൂടെ കയറൂല. മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ പറഞ്ഞത് ഈ നിയമങ്ങൾ മാറ്റിയേ പറ്റൂന്ന്. ഇവിടെ അടിവരായിട്ട് മനസ്സിലാക്കുന്ന സംഗതി, കേരളത്തിൽ പോലും ഏതാണ്ട് 60-70% പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ബാക്കിയുള്ള 30% പള്ളികളിലാണ് പ്രവേശനം കർശനമായിട്ട് ഇല്ലാത്തത്. സുന്നി വിഭാഗം അവരാണ് ഇത് അനുവദിക്കാത്തത്. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പൂർവികന്മാർ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഹദീസോ ഖുർആനോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ സ്ത്രീകൾ പള്ളിയിലെ പോരുതെന്ന് കാണൂല്ല. അത് ഖുർആനും ഹദീസും ഒക്കെ നന്നായിട്ട് അറബി ഭാഷ, അറബികൾ തന്നെ വായിച്ച് പഠിച്ചുണ്ടാക്കിയ ആൾക്കാർ തന്നെ നിഷേധിക്കുന്നില്ല. അത് സ്ത്രീകളുടെ പ്രവേശനം നിഷേധിക്കുന്നില്ല പള്ളിയിലേക്കുള്ള. അപ്പൊ അവരുടെക്കാൾ കൂടുതൽ വിവരം കേരളത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഇത് മറ്റുള്ള മതങ്ങളിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് തന്നെ നിയമമുണ്ടല്ലോ, അതുപോലത്തെ ഒരു നിയമമില്ല. മറക്കരുത്, ഭർത്താവ് മരിച്ചാൽ ചിതലി ചാടി ചാവണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് മുറ്റത്ത് കുഴികുത്തി തന്നെ കഞ്ഞി കുടിക്കണം. അങ്ങനത്തെ ഒരു നിയമം പിന്നെ ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറയുന്നത് വെടിപ്പും വൃത്തിയായിട്ട് ജീവിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, അത്തർ പൂശുക, നല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വല്ല ഓട്ടോ ചാട്ടൊക്കെ ചെയ്യണങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഈ ബേസിക് നിയമങ്ങൾ മാറരുത്. ഏത് ഹിജാബൊക്കെ ഊരി എറിഞ്ഞ് ഒരു മിനിസ്കർട്ട് ഇട്ടിട്ട് ഞാൻ ലോങ് ജമ്പ് ചാടുമെന്ന് പറഞ്ഞാൽ അത് ഇല്ല. അതിപ്പോ മിനിസ്കർട്ട് ധരിക്കാതെ തന്നെ ഫുൾ ശരീരം മറച്ചുകൊണ്ട് തന്നെ ലോങ് ജമ്പ് ചാടാലോ, ഓടാലോ, ചാടുകയൊക്കെ ചെയ്യാലോ. അപ്പോ ഈ മോഡസ്റ്റി, മാന്യത, ലജ്ജ അത് നശിപ്പിച്ചുകൊണ്ടുള്ള സംഗതി ചെയ്ത് ബാക്കി ആ ലജ്ജയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുക മാത്രമല്ല, മുസ്ലിം സ്ത്രീകള് ഇന്ന് എത്താത്ത മേഖലയില്ല. ഫുട്ബോൾ ടീമുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക്, ഹോക്കി ടീമുണ്ട്, നീന്താൻ പോകുന്നുണ്ട്, പൈലറ്റുമാരായിട്ടുണ്ട്, ജഡ്ജിമാരായിട്ടുണ്ട്, വക്കീൽമാരായിട്ടുണ്ട്. ഒക്കെ ഹിജാബ് ധരിച്ച്, അതായത് അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ സംഗതിയും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്ന സ്ത്രീകൾ കോടിക്കണക്കിനുണ്ട്. ചിലപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെയൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾ കേരളം വിട്ട് പുറത്തു പോയാൽ നിങ്ങൾക്ക് തന്നെ വിദേശം, യൂറോപ്പിലും അവിടെ ഇവിടെ അമേരിക്കയിലൊക്കെ നോക്കിയാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ നോക്കിയാൽ, മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എല്ലായിടത്തും ഹിജാബ് ധരിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. ഒരു പ്രശ്നവുമില്ല. എന്താ രാജ്യങ്ങളൊന്നും പിന്നെ പട്ടിണി കെടുക്കുക. ഇന്ത്യയിൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ്, പക്ഷെ എന്താ ഫുൾ പട്ടിണിയാണ് അവിടെ. എന്നാൽ ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന രാജ്യങ്ങൾ ഒരു പട്ടിണിയും ഇല്ല. പറയുന്നത് എന്താ അറിയോ, എത്രയും പെട്ടെന്ന് ആ നിയമം മാറും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിന്? ഓൾറെഡി അങ്ങനെ നിയമം ഇല്ലല്ലോ. അത് കുറച്ച് 19% പള്ളികളിലേക്കല്ലേ. ആ പള്ളികളിൽ അങ്ങനത്തെ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പെൺകുട്ടിയുടെ കുടുംബക്കാര്, പാണക്കാട് തങ്ങൾ കുടുംബം. അവർ തന്നെ പറയുന്നതാണ് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടത്. അവരാണ് പറയുന്നത്, അല്ല വേറെ എല്ലാ ആൾക്കാരും അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബത്തിലുള്ള പെൺകുട്ടിയാണിത്. ആ പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. കാരണം പറഞ്ഞു പറ്റൂ. കാരണം ഇസ്ലാമിന്റെ എല്ലാ നിയമം പഠിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ നിയമം അതാണല്ലോ. അത് മറച്ചു പിടിക്കാൻ പറ്റൂലല്ലോ. പിന്നെ തർക്കം എന്താ വെച്ചാല്, പിന്നെ പ്രവാചകൻ ഈ പള്ളിയിലേക്കുള്ള പ്രവേശനത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം അത് വളരെ ക്ലിയർ കട്ടാണ്. പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത്
ഒരു മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവളെ ആരും തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തടയരുത് എന്ന് പറയുമ്പോൾ എന്താണ്? പാർക്കിയാട്രി സ്വഭാവം പാടില്ല, പോലടി പറയാൻ പാടില്ല എന്നാണ് എന്റെ അർത്ഥം. വളരെ വ്യക്തമല്ലേ? അതിനിപ്പോ പ്രത്യേകിച്ച് ഭാഷ പഠിച്ചു വരേണ്ടെന്ന് ആവശ്യമില്ല മനസ്സിലാക്കാൻ. അതിനോടനുബന്ധിച്ച് പറഞ്ഞത് എന്താ അറിയോ? എന്നാലും സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം. എന്നാലും ഉത്തമം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണം. ഒന്ന് വിഭജിച്ച് വായിച്ചാൽ ശരിയാവില്ല. എന്നാലും സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം പറയാൻ കാരണം അറിയോ? പല പല ഏരിയകളിൽ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാവും. പുറത്തു പോകുമ്പോൾ ആൾക്കാർ പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുക, അല്ലെങ്കിൽ വല്ല കാട്ടുമുക്കിക്കൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ വല്ല നായകള്, ഇപ്പൊ നായ കടിക്കണമെന്നില്ലല്ലോ ഇപ്പൊ ഈ കേരളത്തിലൊക്കെ, അതുപോലത്തെ വല്ല ഏരിയയിൽ കൂടെ ഒക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പം ലൈറ്റ് ഉണ്ടാവില്ല. അങ്ങനെ പല കാലഘട്ടത്തും പല പ്രശ്നവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവസരത്തിൽ വീട്ടിൽ നിസ്കരിക്കാണ് ഉത്തമം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നിർബന്ധിച്ചിട്ട് പോടി പള്ളിയിലേക്ക് പറഞ്ഞ് ഉന്തി തള്ളി പറഞ്ഞേക്കേണ്ടതാണ് ഈ പറയുന്നത്. എന്നാൽ സൗകര്യം ഉണ്ടെങ്കിലോ സുഖമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ചിലരെന്താക്കി, ഞങ്ങളുടെ വാപ്പയും പിന്നെ അപ്പനപ്പൂപ്പന്മാര് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളിനെ അയക്കാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞത് കണക്കല്ല, അവരുടെ അപ്പനപ്പൂപ്പന്മാര് പറഞ്ഞതാണ് വലിയ പ്രാധാന്യം. അങ്ങനെ തടയുന്നതാണ്, വേറൊന്നുമല്ല. സ്കേറ്റിംഗിൽ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പൻ്റ് ആണ്. അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിൽ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട്. ബാസ്കറ്റ് ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ബീങ് മോഡസ്റ്റ് ആൻഡ് അബൈഡിങ് ഓൾ ദ എത്തിക്കൽ വാല്യൂസ് ദാറ്റ് വി ഷുഡ് കീപ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ സത്യം പറയാൻ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേരളത്തിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ എന്ന് തോന്നുകയാണ്. കാരണം ഈ പെൺകുട്ടിയുടെ പറച്ചിലായിട്ട് തോന്നുന്നത് എന്താ അറിയോ? ഇതെന്തോ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് വോളിബോൾ ടീമിലൊക്കെ പോയതെന്ന് തോന്നിപ്പോവും. ഇറാൻ പറഞ്ഞ രാജ്യം, ഇറാനിലൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഒളിമ്പിക്സ് ഒക്കെ തുടങ്ങിയ കാലത്ത് തന്നെ അവിടെ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിട്ടാണ് എല്ലാ കളിയും കളിക്കുന്നത്. സൗദി അറേബ്യ, പിന്നെ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങൾ, തുർക്കി, ഈജിപ്ത്, മൊറോക്കോ, അങ്ങനത്തെ മുസ്ലിം രാജ്യം ഒരുപാടുണ്ടല്ലോ. മുസ്ലിം രാജ്യം ഒന്ന് മാത്രമല്ലല്ലോ, ഒരുപാട് മുസ്ലിം രാജ്യമുണ്ട്. പിന്നെ ഇന്തോനേഷ്യ, മലേഷ്യ ഒക്കെ ഏതോ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ കളിയും, ഇതിപ്പോ വോളിബോളല്ലേ പറയുന്നുള്ളൂ, എല്ലാ കളിയും ഇന്ന കളിയിലൊക്കെ ഹിജാബ് ധരിച്ച് നല്ല മോഡസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ സംഗതി ചെയ്യുന്നുണ്ട് ഏതോ നൂറ്റാണ്ടുകളായിട്ട്. എന്നിട്ട് ഇപ്പൊ ഈ പെൺകുട്ടർ പറഞ്ഞാൽ കേട്ടാ തോന്നുന്നുണ്ട് ഇപ്പൊ എന്തോ വലിയൊരു വാതിൽ ഇങ്ങനെ തുറന്ന പോലെ പറിച്ചിട്ട് കേട്ടാ തോന്നുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങിയ ആളായ കാരണം തന്നെ കേരളത്തിൽ ഇപ്പോഴാണ് നേരം വെളുക്കുന്നത് എനിക്കിങ്ങനെ തോന്നുകയാണ് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ. ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും ഫുള്ളി കവർ ചെയ്തിട്ടാണെങ്കിലും ആണ് നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത്. മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു ഗേളിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അവിടെ ഒരു കുലസ്ത്രീ ഇരിക്കുന്നുണ്ട്. കുലസ്ത്രീ നോക്കിക്കാണേ വല്ല ഇച്ചിരി വീഴാൻ നമുക്ക് തോടാൻ പറ്റുന്നു. അവിടെ കുലസ്ത്രീക്ക് പിന്നെ നെൽത്താണ് ഭക്ഷണം കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, അമ്പലത്തിലേക്ക് ഈ കുലസ്ത്രീകൾ പോയി കഴിഞ്ഞാലേ അവർക്ക് മറ്റുള്ളവർക്ക് കുറച്ച് ഉയർന്ന ജാതിക്കാർക്കൊക്കെ ഇലയിലും പ്ലേറ്റിലാണ് കൊടുക്കുക, ഈ കുലസ്ത്രീകൾക്കൊക്കെ ഇതിലാണ് കൊടുക്കുക. നെൽത്ത് അവർ തുടച്ചിട്ട് വേണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അവിടെയാണ് ചോറും സാമ്പാറൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ കുലസ്ത്രീ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക വല്ലതും കിട്ടുമെന്നും പറഞ്ഞിട്ട് എങ്ങനെയാണ് ഡെച്ചിൽ തക്കാൻ വേണ്ടിയിരിക്കണ ഇരിപ്പ്. സ്വന്തം മതത്തിനെ കുറിച്ച് നാല് വിവരങ്ങൾ പറഞ്ഞൂടെ, പോയിട്ട് എവിടെയെങ്കിലും അത് മുണ്ടൂല. അതൊക്കെ രഹസ്യമാണ്, അത് ഞങ്ങൾ പറയില്ല, പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടോ ഒരു ഹിജാബ് ധരിച്ച് വല്ല പെൺകുട്ടികൾ രണ്ടക്ഷരം പറയാൻ വന്ന് എല്ലാവരും കണ്ണും തുറച്ച് നോക്കും ഇപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞിട്ട്. ഒരു എന്താ പറയാ, ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡൻ ആയിട്ട് കണ്ടാല് നമുക്കത് എന്തായാലും ഊരി വെക്കാൻ തോന്നും. പക്ഷെ അതിന് ഒന്നാമത് ഒരു മുസ്ലിം സ്ത്രീ അള്ളാഹുവിനെ ഭയന്നിട്ടാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് എങ്കിൽ ഇത് ബർഡനായി തോന്നൂലല്ലോ, ഭാരമായിട്ട് തോന്നൂലല്ലോ. ഹിജാബ് ഭാരമായിട്ട് തോന്നിയാൽ ഊരി വെക്കാൻ തോന്നുന്നു. ഭാരമായിട്ട് തോന്നുന്നവർ മുസ്ലിങ്ങളായിരിക്കില്ല, മുസ്ലിം സ്ത്രീകളായിരിക്കില്ല, അവർക്കാണ് ഭാരമായിട്ട് തോന്നുക. അല്ലാതെ ഇത് മരണത്തിന് ശേഷം നല്ലൊരു ലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് സന്തോഷമായിരിക്കും ഹിജാബ് ധരിക്കാൻ. അവിടെ ഭാരമായിട്ട് വരുന്നില്ലല്ലോ. ഭാരമായിട്ട് വരുന്നത് വീട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടാവും, മനസ്സിൽ വിശ്വാസം ഉണ്ടാവില്ല, വീട്ടുകാർ പറയുന്നുണ്ടാവും ഹിജാബ് ധരിക്കടി എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ തലവേദന പിടിച്ചിട്ട് ഇങ്ങനെ ഇടാണ് മനഃപൂർവ്വം, അപ്പൊ ഭാരമായിട്ട് തോന്നും. അത് നോക്കിയിട്ട് കാര്യമില്ല, വിശ്വാസം ഇല്ലാത്തവരാണ്. ഇഫ് യു ആർ ഇൻടു ഇറ്റ് നമുക്ക് അതൊരു ബർഡനായിട്ട്. ഇഫ് യു ആർ ഇൻടു ഇറ്റ് ഒന്നും പറയണ്ട, അതൊക്കെ ഇംഗ്ലീഷൊന്നും ഇപ്പൊ കേരളത്തിലെ അധികം ആൾക്കാർക്ക് അറിയില്ല, പ്രത്യേകിച്ച് കുലസ്ത്രീകൾക്കൊന്നും സംഘീ ഭീകരന്മാർക്കൊന്നും. ഇപ്പൊ ഈ വിഷയകരമായിട്ട് ഇന്ന് മറുനാടൻ മലയാളി ഭയങ്കര ഒരു വീടുണ്ടാക്കിയിരിക്കുകയാണ്. എന്തിന്? മൂപ്പർ വിചാരത്തെ അറിയോ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടൊരു മതമാണ്. ഏത് ഇന്ത്യയിൽ കാണുന്ന മതം പോലെ. അതിപ്പോ ഈ പെൺകുട്ടി വന്നിട്ടാണ് ഒക്കെ തുറന്നു കൊടുക്കണമെന്ന് തോന്നിപ്പോവും മൂപ്പരുടെ വീട് കണ്ടാല്.
അപ്പൊ എന്താ വെച്ചാൽ മൊത്തം തെറ്റിദ്ധാരണ പറ്റുന്നതാണ്. ഈ പെൺകുട്ടി ഇപ്പൊ എന്താ വ്യത്യസ്തമായിട്ട് പറഞ്ഞത്? ഈ പെൺകുട്ടി പറഞ്ഞത് ഫുള്ള് ഇസ്ലാം മതത്തിൽ അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. പുതിയൊരു കാര്യമല്ല എന്നാണ് ആ പെൺകുട്ടി വരെ പറയുന്നത്. എന്നിട്ടും സമൂഹത്തിൽ നുണ പരത്താൻ വേണ്ടിയിട്ട് സ്വന്തം മനസ്സിലുള്ള വിരോധം ഉണ്ടല്ലോ, വിഷം അത് വെച്ചിട്ടാണ് എല്ലാവരും വാല്യൂ ചെയ്യുന്നത്. ഒരിക്കലും ഫീൽ ചെയ്യില്ല. അല്ല, അപ്പൊ അത് വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ തലമുറയും വിശ്വസിക്കുന്നത്. ആ കുലസ്ത്രീ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ തലമുറയും ഹിജാബ് ധരിക്കണം എന്ന് തന്നെയാണ് ഭയങ്കര നിരാശ. കാരണം എന്താ വിചാരിച്ചിട്ടുള്ളറിയോ? ഈ തലമുറകൾ ഇങ്ങനെ മാറുന്തോറും മുസ്ലിം പെൺകുട്ടികളൊക്കെ ഈ ഹിജാബ് കൂരി വലിച്ചെറിയും, അങ്ങനെ ഇവരെ പോലെ തന്നെ ആവും, ഒരു അഴിഞ്ഞാട്ടക്കാരികളായിട്ട് നടക്കുന്നു വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ പുതുതലമുറയും ഹിജാബ് ധരിക്കുകയാണ്. അപ്പൊ നിരാശ കൊണ്ട് ചോദിക്കാം, നിങ്ങളും ഇങ്ങനത്തെ ധരിക്കോ? എന്താ ചോദ്യം കുലസ്ത്രീയുടെ? ഇറ്റ്സ് പേഴ്സണൽ ആയിട്ട് കുറെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇപ്പോൾ ഐ ബിലീവ് ദാറ്റ് ഹിജാബ് ഇട്ടിട്ട് കളിക്കുന്നത് ഇറ്റ്സ് നോട്ട് സച്ച് എ ഷെയിംഫുൾ തിങ്. അതായത് ഇത് പേഴ്സണൽ ചോയ്സ് ഒന്നല്ല. അതായത് ഹിജാബ് ധരിക്കുന്നത് പേഴ്സണൽ ചോയ്സ് അല്ല. ഹിജാബ് ധരിക്കുന്നത് അള്ളാഹുവിന്റെ ചോയ്സ് ആണ്. അള്ളാഹുവാണ് പറഞ്ഞത് ഖുർആനിൽ. ഖുർആനിൽ വിശ്വാസം ഉണ്ടാവണം, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം, ഇസ്ലാം മതത്തിൽ വിശ്വാസം ഉണ്ടാവണം, ഹദീസിൽ വിശ്വാസം ഉണ്ടാവും. അപ്പോ ആ നിയമമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ പേഴ്സണൽ ചോയ്സ് അല്ല, അവിടെ അള്ളാഹുവിന്റെ ചോയ്സ് ആണ്. അങ്ങനെ ഓരോ മുസ്ലിം സ്ത്രീകളെ പേഴ്സണൽ ചോയ്സ് പറഞ്ഞിട്ട് ഒരാൾ ഹിജാബ് ധരിക്കുക, ഒരാൾ ധരിക്കാതിരിക്കുക, വേറെ ആൾ ബിക്കിനിട്ട് അടക്കുക, വേറെ ആൾ തോന്നിയായിട്ട് അങ്ങനെ ഇല്ലല്ലോ. അത് ഇസ്ലാം മതത്തിന് അവഹേളിക്കലാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലത്തെ ബിക്കിനി ധരിച്ച് നടന്ന് അഴിഞ്ഞാട്ടം നടത്തിയിരുന്ന സ്ത്രീകൾ ഇസ്ലാം മതം ധരിക്കുമ്പോൾ പിന്നെ അവർ ഇതുപോലെയാണ് വസ്ത്രം ധരിക്കുക. നല്ല മോഡസ്റ്റായിട്ട് ഹിജാബൊക്കെ ധരിച്ച് അവരുടെ കണ്ട നമ്മൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കൂല. കാരണം ഇവരുടെ മുന്നത്തെ ജീവിതം ഇങ്ങനെ ആയിരുന്നു. കാരണം ഫുൾ സ്വാതന്ത്ര്യം കൊണ്ട് ജീവിച്ച സ്ത്രീകളാണ് ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ അവർ തന്നെ ഈ അള്ളാഹുവിന്റെ നിയമം അനുസരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ പിന്നെ അവിടെ ദൈവത്തിന്റെ പിന്നെ ചോയ്സ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ മാരേജ് ഇസ് എ പേഴ്സണൽ റൈറ്റ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് കല്യാണം കഴിക്കാൻ റെഡി ആണെങ്കിൽ പാരന്റ്സ് ഷുഡ് ഹാവ് ദ കൺസെന്റ് ഓഫ് ഹെർ ഡോട്ടർ. ആ കുലസ്ത്രീയുടെ നോട്ടം നോക്കി എപ്പോൾ കിട്ടും എല്ലാം പറഞ്ഞു എങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, ലജ്ജ സാധനമില്ല. എന്നിട്ട് ഇത് ബസ് ധരിച്ചവരെ കാണുമ്പോ കുഞ്ഞിക്ക് അസൂയ. അല്ലേ? അപ്പോൾ ദേ ഷുഡ് ആസ്ക്, ആർ യു റെഡി ഫോർ മാരേജ്? ഇഫ് ഷീ സേസ് നോ. ഈ പെൺകുട്ടി കുറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിക്കുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയുടെ അനുവാദം ചോദിച്ചിരിക്കണം മാതാപിതാക്കൾ എന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നത്. അത് ശരി തന്നെയാണ്, അത് പറഞ്ഞ കറക്റ്റാണ്. ഒരു പുരുഷനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിനക്ക് സമ്മതമാണോ ഈ വിവാഹത്തിന്, ഇയാളായിട്ടുള്ള വിവാഹത്തിൽ, അങ്ങനെ ചോദിക്കുക. അല്ലാതെ നിന്റെ പ്രായം തികഞ്ഞോ, നിന്റെ പ്രായം നീ റെഡി ആണോ ഇല്ലാന്ന് കേൾക്കാം, ഞങ്ങൾക്ക് പോയിട്ട് പുരുഷന്മാരെ തരയണോ, അങ്ങനൊന്നും പറച്ചിലൊന്നുമില്ല. അത് മാതാപിതാക്കൾക്ക് അറിയാം. മാതാപിതാക്കൾക്കാണ് അവരുടെ സ്വന്തം കുട്ടികളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാം. കല്യാണ പ്രായമായോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ. പ്രായം മാത്രമല്ലല്ലോ, സാഹചര്യം കൂടി നോക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഒക്കെ. കാരണം ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞോ ഇതൊക്കെ നോക്കുമല്ലോ ഇപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് അറിയാം എല്ലാം കഴിഞ്ഞു, നിനക്ക് ജോലിയൊക്കെ കിട്ടി, ഇനിയിപ്പോൾ എന്താ ചെയ്യണത്, വിവാഹം കഴിക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്ന ആൾക്കാരുണ്ട്, നല്ല സ്വഭാവമായിട്ടുള്ള ആൾക്കാരുണ്ട്, നിന്റെ അഭിപ്രായം എന്താ? അപ്പൊ അങ്ങനെ ചോദിക്കാം. എന്തായാലും കൺസെന്റ് വേണം. പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ നിങ്ങൾ ഈ പിന്നെ ആ കുലസ്ത്രീ വേറെ വലുത് അർത്ഥം എടുത്തിട്ട് വേറെ ഓടിപ്പോ നോണ പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടാല്. അപ്പൊ എന്താ എന്റെ അർത്ഥം? കുലസ്ത്രീ എടുക്കാറ് നേരെ നെഗറ്റീവ് എടുക്കും. കണ്ടോ മുസ്ലിങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യമില്ല, അപ്പൊ ചോദിക്കാതെയാണ് വിവാഹം കഴിക്കാറ്. കഴിക്കടി നിർബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ ആളെ തന്നെ വിവാഹം കഴിക്കടി എന്ന് പറഞ്ഞിട്ട് കഴിപ്പിക്കാന്നൊക്കെ പറയുന്ന 100 കഥ ഉണ്ടാക്കി പറയും. തൊള്ള പറച്ചല്ലേ പണിയുള്ളൂ. അപ്പൊ അതിനാണ് ആ നോട്ടം. ആ നോട്ടം കണ്ടില്ല, ആ നോട്ടം അതിനാണ്. എന്ത് നുണ ഇപ്പൊ പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്. They should give time for her to understand the life. ഒന്നാമത്തത് ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ആ ഇംഗ്ലീഷ് പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷാണ്. മറ്റാ ആ ഒരു കന്യാസ്ത്രീ പറഞ്ഞില്ലേ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷ്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷ് എന്തിനാ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് കേരളത്തിൽ ഇരിക്കുമ്പോൾ കേരളക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എല്ലാവരും സമ്മതം വേണം, അത് തീർച്ചയാണ്. എല്ലാവരും സമ്മതം വേണം. അല്ലാതെ നിർബന്ധിച്ചിപ്പോ ഈ പിന്നെ ഇംഗ്ലീഷ് പകുതി ഇംഗ്ലീഷ് പൊട്ടിപ്പൊളിഞ്ഞ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാല് തെറ്റിദ്ധാരണ പരക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പൊ പഠിക്കരുത് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ സെഡ് ഇൻ എനി ഓഫ് ദ ബുക്സ്, എനി ഓഫ് ദ ഹദീസ് ഇൻ ഇസ്ലാം. അത് ശരിയാണ് പറഞ്ഞത്. അതായത് പഠിക്കരുതെന്ന് എവിടെയും പറഞ്ഞില്ലല്ലോ. പക്ഷെ മറ്റുള്ള മതങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പഠിക്കരുത് എന്ന്, വളരെ വ്യക്തമായിട്ട് കട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇസ്ലാം മതത്തിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പ്ലീസ് പറഞ്ഞിട്ടാണ് കുലസ്ത്രീ ഇങ്ങനെ നോക്കിക്കളിക്കുക കണ്ണൊക്കെ തുറച്ചിട്ട്. പക്ഷെ ഇസ്ലാമിലത്തെ കറക്റ്റ് നിയമം ഇപ്പൊ അവിടെ പറയുന്നുണ്ട് കേട്ടോക്കെ. പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
ത്വലബൽ ഇൽമു ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ എവ്രി മുസ്ലിം, എവ്രി ബിലീവർ ടു പെർസ്യൂ എഡ്യൂക്കേഷൻ. കമ്പൽസറി ആണ്, ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. അപ്പം അത് കുലസ്ത്രീക്ക് തീരെ സൂഹിക്കുന്നു കേട്ടോ. ഒരു ബേസിക് റൈറ്റ് അല്ലാന്ന് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു വെച്ചു. പെൺകുട്ടികൾ പഠിക്കരുത് എന്ന് അറിവുള്ള ഒരു മുസ്ലിമും പറയില്ല. കാരണം എന്താ അറിയോ, അതിപ്പോ ഈ ആയത്ത് മാത്രമല്ല, പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പെൺമക്കളെ പഠിപ്പിച്ച് വലുതാക്കി വിവാഹം കഴിച്ച് വിടുന്ന ആൾക്ക് സ്വർഗത്തിലാണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പഠനം, വിദ്യാഭ്യാസം എന്നുള്ളത്. പെൺകുട്ടികളെ വളർത്തി വിവാഹം കഴിപ്പിച്ച് എന്നല്ല പറഞ്ഞത്, പെൺകുട്ടികളെ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് എന്നിട്ട് വിവാഹം കഴിച്ചയക്കുന്ന മാതാപിതാക്കൾക്കാണ് സ്വർഗം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസം. അല്ല മറ്റുള്ള മതങ്ങളെ പോലെ പെൺകുട്ടികൾ ഇരട്ടറയിലിരിക്കണം, എന്നാലും ഭർത്താവ് മരിച്ചാൽ അന്തർജനങ്ങൾ കണ്ടുണ്ടാ, പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർ പിന്നെ ജീവച്ഛവങ്ങളാണ്, അവിടെ ഒരു മുറിയിലൂടെ കിടന്നോളണം. ഇസ്ലാം മതം അങ്ങനെയല്ലല്ലോ. ഭർത്താവ് മരിച്ചാൽ 3-4 മാസം കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിക്കുക, സ്വന്തം ജീവിതം നോക്കുക. ജീവിതം ഉണ്ടല്ലോ, പടച്ചോൻ തന്ന ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത്? പോയി നിങ്ങൾ നല്ല ജീവിതം നയിക്ക്, വിവാഹം കഴിക്കുക, വേറെ ആളുടെ വിവാഹം കഴിച്ച് ജീവിക്കുക. അതാണ് ഇസ്ലാം മതം. അപ്പൊ അത്രയും ഇരുണ്ട ജീവിതം നയിക്കുന്നതാണ് മറ്റ് മതങ്ങളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തീരെ സുഖിക്കുന്നില്ല ഇതൊക്കെ പറയുമ്പോൾ. അതിനാണ് എല്ലാവരും ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. കാരണം എങ്ങനെയും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടേ ഇസ്ലാം മതത്തിൽ സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പാടില്ല, സ്ത്രീകൾ വിദ്യാഭ്യാസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുത്താനുള്ള ഒരു സർക്കസാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം. അതും ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മറിക്കാലോ. പക്ഷെ ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഇസ്ലാം വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ ആകെ ഇപ്പൊ നാറിയിട്ടുള്ളത് ആര്? ഇസ്ലാമിക വിരുദ്ധന്മാർ. പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ബിലീവ് ദാറ്റ്. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് മാറണം. ഇസ്ലാം മതത്തിന്റെ നിയമം എന്താ പറയുക? എല്ലാവരും ഇസ്ലാം മതത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നാൽ പിന്നെ ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റൂല. പക്ഷെ ചില രാജ്യങ്ങളിൽ എല്ലാവർക്കും അറിവ് ഉണ്ടാവില്ല, ഇസ്ലാം മതത്തിനെ കുറിച്ച് തന്നെ എല്ലാ അറിവും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അറിവുള്ളവർ പറഞ്ഞ് കുറച്ച് ആൾക്കാർ തലകെട്ടും കിട്ടിയിരുന്നിട്ട് അവരുണ്ടാക്കും കുറെ നിയമങ്ങൾ, എന്നിട്ട് അത് ഇസ്ലാമിന്റെ നിയമങ്ങളാന്ന് പറഞ്ഞു വരുത്തും. അങ്ങനെ ചിലർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ഇത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടില്ല എവിടെയും. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വരെ ഇപ്പൊ എത്ര 60 ലക്ഷം മറ്റോ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞത്. അതിപ്പോ യാഥാർത്ഥ്യം അറിയാൻ കാരണം എന്താണ്? കാരണം ഇപ്പൊ സംഘി സർക്കാരിന്റെ സുഹൃത്തുക്കളായി താലിബാൻ, അപ്പോഴാണ് ഈ സത്യങ്ങൾ നമ്മൾ അറിയുന്നത്. അതുവരെ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളും മറച്ചു പിടിച്ചിരിക്കരുത് ഗോദി മീഡിയകള്. ഇപ്പൊ പിന്നെ അവർ സുഹൃത്തായപ്പോ പിന്നൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് അവിടെ വിദ്യാഭ്യാസം ഇല്ലാതാണ്. അപ്പൊ അങ്ങനെ നുണകൾ പറഞ്ഞിട്ട് എങ്ങനെയും ഇസ്ലാം മതത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പല സർക്കസും നടക്കുന്നുണ്ട്. അതിലത്തെ സർക്കസാണ് അതൊക്കെ. വേറെ ഏത് അറബ് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് നല്ല എന്താ പറയുക മുൻതൂക്കം കാണാം, ഏത് രാജ്യത്ത് പോയാലും, കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോ ഇനി അതിന്റെ ഇടയിൽ വല്ല കാട്ടുമുക്കിലൊക്കെ വല്ല സ്ത്രീകൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കുറവില്ല. പക്ഷെ മറ്റുള്ള മതങ്ങളിൽ അങ്ങനെയല്ല. മറ്റുള്ള മതങ്ങളിൽ പഠിക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിലെ ഹോർസസിൽ നടന്ന ചർച്ചയിൽ മുനവറിൽ തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് സ്ത്രീ പ്രവേശനത്തിൽ ഈ സുന്നി സ്ത്രീകളുടെ പള്ളികളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു അനുകൂല നിലപാട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അനുകൂല നിലപാട് പറഞ്ഞിരുന്നു ആര്? ഫാത്തിമ നർഗീസ്. അപ്പൊ വേറെ ആരും പറഞ്ഞിട്ടില്ലേ? അനുകൂല നിലപാട് ആ സ്ത്രീയുടെ അല്ല, ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങളുടെ ഗ്രന്ഥത്തില് ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് ഇസ്ലാം മതത്തിന്റെ ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്, നിയമമാണ് അത്. കാന്തപുര വിഭാഗം ഈ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മുനവറലി ശാസ്ത്രങ്ങൾക്കും പരോക്ഷമായിട്ടുള്ള വിമർശനം ഖാഫി ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടും പരിസരവും ആരോഗ്യകരമായി പരിപാലിക്കുന്ന സ്ത്രീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല, അത് അമിതഭാരം ചുമക്കാൻ നിർബന്ധിക്കലാണെന്നാണ് ഖാഫി പറയുന്നത്. ഇത് തിരിച്ചറിയാനുള്ള ബോധം മതം പഠിച്ച മുസ്ലിം സ്ത്രീകൾക്കുണ്ടെന്നും ഖാഫി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഫാത്തിമ നർഗീസ് പറഞ്ഞ പെൺകുട്ടികളെ നിങ്ങൾ കണ്ടല്ലോ. ആ കുട്ടറെ വാപ്പ മുനവറലി തങ്ങൾ, ആ മുനവറലി തങ്ങളും ഇതിനെതിരാണ്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്നാ പറയുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിനെതിരാണ്. കാരണം ഇസ്ലാമിക നിയമങ്ങളാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ആ പെൺകുട്ടിയോട് പോയിട്ട് പഠിച്ചു, കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചപ്പോ ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലായി. അപ്പൊ ആ നിയമങ്ങളാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നെ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ കാര്യം പറയട്ടോ, അത് അവരാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടില്ല, ഈ വാർത്തയിൽ പറയാണ്. അവര് പറഞ്ഞതെന്താ വെച്ചാല്
സ്ത്രീകൾ വീടും പരിസരവും കുട്ടികളും നോക്കിയിരിക്കേണ്ടവരാണ്. അതിന്റെ കൂടെ ജോലിയൊക്കെ ചെയ്താൽ കളിക്കാനൊക്കെ പോയാൽ അത് അമിതഭാരമാണെന്നാണ് അവർ പറയുന്നത്. അത് ഒരു പെൺകുട്ടി ഇഷ്ടമല്ലേ? മീൻസ് ഒരു പെൺകുട്ടി പറയാണ് എനിക്ക് കളിക്കലും പഠിക്കലും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് ആ പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമാണല്ലോ. അപ്പൊ ആ പെൺകുട്ടിക്ക് ചെയ്യാനുള്ള കെൽപ്പുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളാരാ തീരുമാനിക്കാൻ? അത് അമിതഭാരമാണ്, നമ്മളെ തീരുമാനിക്കാൻ പറ്റൂലല്ലോ, അത് ആ പെൺകുട്ടിയുടെ തീരുമാനമല്ലേ. പിന്നെ അത് മാത്രമല്ല, ഒരു സ്ത്രീ വീടും പരിസരവും കുട്ടികളൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് അവരുടെ കിട്ടെറിഞ്ഞിട്ട് ആരും ഓടിപ്പോറൊന്നുമില്ല. ഓടിപ്പോയിട്ട് എനിക്ക് പന്ത് കളിക്കണമെന്ന് പറയാറൊന്നുമില്ല. അതിന് സൗകര്യമുള്ളവരെ ചെയ്യാറുള്ളൂ. അപ്പൊ ആ പറഞ്ഞ തെറ്റാണ് ഏത് അമിതഭാരം എന്നുള്ളത്. മാത്രമല്ല, സ്ത്രീകളുടെ മാത്രം ജോലിയാണ് വീട്ടിലത്തെ പണി എന്നുള്ളത് അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല. നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം, ഏത് ഹദീസ് എടുത്തിട്ടോ സംഭവങ്ങൾ എടുത്തിട്ടോ ചരിത്രം എടുത്തിട്ടോ പരിശോധിക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ വീട്ടിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ അന്നത്തെ സ്വഹാബിമാരും അവരവരുടെ വീട്ടില് ഭാര്യമാരനെ നന്നായിട്ട് സഹായിച്ചിരുന്നു. ഭക്ഷണം പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും നന്നായി സഹായിച്ചിരുന്നു. ഇത് സ്ത്രീകളുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി വേറെയാണ് എന്നൊന്നും അവരൊന്നും പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ വീട് നോക്കിയിരിക്കേണ്ടവളാണെന്നുള്ള ഒരു നിയമം അത് ഇസ്ലാമിൽ എവിടെയും കാണുക അസാധ്യമാണ്. ഇപ്പൊ പ്രവാചക പത്നി ആയിഷ ബീവി, എല്ലാവരും പറയുന്നുണ്ടല്ലോ 9ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു നോക്കുക. ആ പ്രവാചക പത്നി പോലും ഒരു യുദ്ധത്തിന് പോയി. ആ പ്രവാചക സ്ത്രീയാണല്ലോ, സ്ത്രീ യുദ്ധത്തിന് പോയി. ഒട്ടക യുദ്ധം എന്ന് പറയും. അന്ന് പിന്നെ എന്തോ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പ്രവാചകന്റെ പിന്നെ നിര്യാണത്തിന് ശേഷം എന്തോ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായി. ആ യുദ്ധത്തിൽ പങ്കെടുത്തത് ആയിഷ ബീബിയാണ്. അപ്പോ അതെന്താണ് അമിതഭാരമാണെന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇതുവരെ കേട്ടോ? ഇല്ലല്ലോ. ഇത് ഡയലോഗുകൾ വന്നല്ലോ, ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ. ആ ശരിയല്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് എച്ചിലെ നക്കികൾക്ക് തൽക്കാലം ഒന്നും കിട്ടിയില്ല. എച്ചിലെ നക്കാൻ വേണ്ടി നാവ് നീട്ടി വന്ന എന്തിനിപ്പോ കിട്ടും പറഞ്ഞിട്ട് ഓടി വന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.